1980-കൾ പാകിസ്ഥാൻ ആണവ ശക്തിയാകുമോ എന്ന കാര്യത്തിൽ യാതൊരു സ്ഥിരീകരണവുമില്ലാത്തൊരു കാലം. ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രശ്നം അതായിരുന്നു. ഇന്ത്യ അയച്ചൊരു അണ്ടർ കവർ ഏജന്റ് ഒരു യാചകന്റെ രൂപത്തിൽ ദീർഘകാലം പാകിസ്ഥാന്റെ കഹൂട്ട ആണവ നിലയം നിലനിൽക്കുന്ന നഗരത്തിൽ ഒരു യാചകന്റെ രൂപത്തിൽ താമസിക്കുന്നു. പാകിസ്ഥാന്റെ കഹൂട്ട ആണവ നിലയം നിലനിൽക്കുന്ന നഗരത്തിൽ ശാസ്ത്രജ്ഞന്മാർ മുടിവെട്ടുന്ന ബാർബർ ഷോപ്പിൽ കയറി ആ അണ്ടർ കവർ ഏജന്റ് അവിടെ നിന്നും വെട്ടിയിട്ട് തലമുടികൾ ശേഖരിച്ചു. ഈ മുടിയിൽ നിന്നും ആണവ നിലയത്തിൽ പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന യുറേനിയത്തിന്റെ തരം തിരിച്ചറിയാൻ സാധിക്കുന്നു. ഇന്ത്യ ഞെട്ടി. പാകിസ്ഥാൻ ആണവ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നുവെന്ന് ഉറപ്പാക്കി. ഇന്ത്യക്ക് നിർണായക വിവരം കൈമാറിയ ഇന്ത്യൻ റാംബോ എന്നും ശരബിന്ദു ബന്ദോപാധ്യായ സൃഷ്ടിച്ച സുപ്രസിദ്ധനായ ബംഗാളി കുറ്റാന്വേഷകൻ, യഥാർത്ഥ ജീവിതത്തിലെ ബോങ്കേഷ് ബക്ഷി എന്നുമൊക്കെ വിശേഷിപ്പിക്കപ്പെട്ട ഇന്ത്യയുടെ ജെയിംസ് ബോണ്ട് അജിത് ഡോവൽ ആയിരുന്നു അത്. അറിയാം അദ്ദേഹത്തിന്റെ അതിസാഹസികമായ ജീവിതം പ്രൊഫൈലിലൂടെ. പാകിസ്ഥാൻ ആണവ ശക്തിയാകുന്നുവെന്നത് അന്ന് നമ്മൾ അറിഞ്ഞെങ്കിലും ഇന്ന് ഇസ്രായേൽ ഇറാന് നേരെ ചെയ്തതുപോലെയൊക്കെ കടുത്ത നടപടിയെടുക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞില്ല. ഇന്ദിരാഗാന്ധി സർക്കാർ മാറി മൊറാർജി ദേശായി വന്നതോടെ കാര്യങ്ങളൊക്കെ മാറിമറിഞ്ഞു. ഇന്ത്യയുടെ സ്പൈ വർക്കുകൾക്ക് പോലും മതിയായ പണം അനുവദിക്കാതെയായി. റോ മേധാവി അടക്കമുള്ളവർ രാജിവെച്ചുപോയി. മൊറാർജി ഒരു ഫോൺ സംഭാഷണത്തിനിടെ പറഞ്ഞ ചില സൂചനകൾ വെച്ച് പാക് പ്രസിഡന്റ് അയൂബ് ഖാന് ചില സൂചനകൾ ലഭിച്ചു. അതോടെ പാകിസ്ഥാനിലെ നിരവധി ഇന്ത്യൻ ഏജന്റുമാർ കൊല്ലപ്പെട്ടു. അജിത് ഡോവലും പാകിസ്ഥാനിൽ വെച്ച് പലതവണ മരണം മുഖാമുഖം കണ്ടതാണ്. തന്റെ പാകിസ്ഥാൻ ജീവിതത്തിലെ ഒരു അനുഭവത്തെക്കുറിച്ച് 2014 പൂനെയിൽ ഒരു ചടങ്ങിൽ വെച്ച് ഒരു കേൾവിക്കാരന്റെ ചോദ്യത്തിന് മറുപടിയായി ഡോവൽ പറഞ്ഞത്, ഞാൻ ലാഹോറിൽ മുസ്ലിമായി ജീവിക്കുകയായിരുന്നു. ഒരു ദിവസം ഞാൻ അവിടുത്തെ ഒരു ശവക്കോട്ടയിൽ പോയി. അവിടെ വെച്ച് താടി നീട്ടിയ ഒരാൾ എന്നെ മാറ്റി നിർത്തിയ ശേഷം പറഞ്ഞു, നിങ്ങൾ ഹിന്ദുവാണ്. ഞാനത് നിഷേധിച്ചു. അയാൾ എന്നോട് പിറകെ വരാൻ പറഞ്ഞു. കുറെ തെരുവുകൾക്കപ്പുറം ഒരു ചെറുമുറിയിലെത്തിയപ്പോൾ മുറിയടച്ച് കുറ്റിയിട്ടതിനു ശേഷം അയാൾ പറഞ്ഞു, നിങ്ങൾ ഹിന്ദുവാണ്. എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ പറയുന്നതെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങൾ കാത് കുത്തിയിട്ടുണ്ട്. ഞാൻ മതപരിവർത്തനം ചെയ്തതാണെന്ന് പറഞ്ഞിട്ടും അയാൾ വിശ്വസിച്ചില്ല. വേഗം പോയി പ്ലാസ്റ്റിക് സർജറി ചെയ്ത് കാത് ശരിയാക്കൂ, അല്ലെങ്കിൽ അത് അപകടമാണെന്നും പറഞ്ഞു. ആ നല്ല മനുഷ്യൻ ഇത് റിപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് ഡോവൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. ഇന്നും പാകിസ്ഥാന്റെ പേടി സ്വപ്നമാണ് ഡോവൽ. ഉറുദു നന്നായി അറിയാവുന്ന ഡോവലിന് പാകിസ്ഥാന്റെ ഉള്ളറകൾ കൈവെള്ളയിലെ രേഖകൾ പോലെ അറിയാം. ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗം മുൻ തലവനും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമാണ് അജിത് കുമാർ ഡോവൽ. 1945 ഉത്തരാഖണ്ഡിൽ ജനനം. 1968 ബാജ് കേരള കേഡർ IPS ഉദ്യോഗസ്ഥനായിരുന്നു അജിത്ത്. ഇന്ത്യൻ പട്ടാളത്തിലെ മേജറിന്റെ മകനായി ഉത്തരാഖണ്ഡിലെ ഗഡ്വാളി ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച അജ്മീറിലെ സൈനിക സ്കൂളിലും ആഗ്ര സർവകലാശാലയിലും പഠിച്ച സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദമെടുത്ത ശേഷം നാഷണൽ ഡിഫൻസ് കോളേജിൽ നിന്നും MPhil പൂർത്തിയാക്കിയ അജിത് കുമാർ പോലീസ് വേഷത്തിൽ ആദ്യം കാണുന്നത് അദ്ദേഹത്തെ കോട്ടയത്താണ്. അത് 1968. 1972 കെ കരുണാകരൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ തലശ്ശേരിയിലുണ്ടായ കലാപം നേരിടാൻ നിയോഗിക്കപ്പെട്ടത് ASP ആയിരുന്ന ഡോവലിനെയാണ്. അന്ന് കലാപകാരികളെ മുഴുവൻ പകൽ വെളിച്ചത്തിൽ അവതരിപ്പിച്ച് ഇരകൾക്കൊപ്പം നിന്ന് കലാപത്തെ നിയന്ത്രണ വിധേയമാക്കിയ ഡോവലിൻ തന്ത്രൻ ഓർക്കുന്നവരേറെയുണ്ട് ഇപ്പോഴും. തുടർന്ന് കേന്ദ്ര സർവീസിലേക്ക് പോയ ഡോവലിന്റെ അടുത്ത അവതാരം മിസോറാമിൽ രഹസ്യാന്വേഷണ ഓഫീസറായിട്ടായിരുന്നു. 1970കളിൽ ഒരു വേള മിസോറാം ഇന്ത്യയിൽ നിന്ന് നഷ്ടപ്പെടുമോ എന്നുവരെ ആശങ്ക വന്നൊരു കാലമാണ്. മിസോറാമിൽ വിഘടനവാദ പ്രസ്ഥാനം ശക്തമായിരുന്ന കാലത്ത് അജിത് ഡോവൽ രഹസ്യമായി മിസോ നാഷണൽ ഫ്രണ്ടിന്റെ ക്യാമ്പുകളിൽ നുഴഞ്ഞുകയറി. ബർമയിലെ റാക്കൻ മേഖലയിലുള്ള അവരുടെ താവളങ്ങളിൽ ദീർഘകാലം അദ്ദേഹം ഒളിവിൽ കഴിഞ്ഞു. MNF തലവൻ ലാൽ ദംഗയുടെ വിശ്വസ്തരായ 7 പ്രധാന സൈനിക കമാൻഡർമാരിൽ 6 പേരെയും തന്റെ വശത്താക്കാൻ ഡോവലിന് കഴിഞ്ഞു. ആശയപരമായും തന്ത്രപരമായും അദ്ദേഹം അവരെ സ്വാധീനിച്ച് മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നു. തന്റെ സൈനിക കമാൻഡർമാർ തന്നെ കൈവിട്ടു എന്ന് മനസ്സിലാക്കിയ ലാൽ ദംഗയ്ക്ക് ഒടുവിൽ സമാധാന ചർച്ചയ്ക്ക് തയ്യാറാകേണ്ടി വന്നു. 20 വർഷം നീളുന്ന മിസോറാം കലാപം അവസാനിപ്പിച്ച 1986 ചരിത്രപരമായ മിസോ സമാധാന കരാർ ഇന്ത്യയുമായി ഒപ്പിടുന്നതിൽ ഈ നിർണായക നീക്കങ്ങൾക്ക് കാരണമായി. മിസോറാം ദൗത്യം സഫലമാക്കപ്പെട്ടു. ശേഷം ഡോവൽ നിയമിക്കപ്പെടുന്നത് സിക്കിമിലേക്കാണ്. സിക്കിമിലെ അന്നത്തെ ഭരണാധികാരിയായിരുന്ന ചോഗ്യാൽ രാജാവിന്റെ അമേരിക്കൻ ഭാര്യ ഹോപ്പ് കുക്കിന് CIA-യുമായി ബന്ധമുണ്ടെന്ന സംശയം ഇന്ത്യക്കുണ്ടായിരുന്നു. ഇത് ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് തിരിച്ചറിഞ്ഞ ഡൽഹി കാര്യങ്ങൾ നിരീക്ഷിക്കാൻ അജിത് കുമാർ ഡോവലിനെ നിയോഗിച്ചു. സിക്കിമിലെ സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ അദ്ദേഹം വേഷപ്രച്ഛന്നനായി ഇറങ്ങിച്ചെല്ലുകയും ജനവികാരം അളക്കുകയും ചെയ്തു. രാജഭരണത്തിനെതിരെയുള്ള ജനങ്ങളുടെ അമർഷം അദ്ദേഹം കൃത്യമായി ഡൽഹിയെ അറിയിച്ചു. സിക്കിം കോൺഗ്രസിനെയും മറ്റു പ്രാദേശിക നേതാക്കളെയും ഇന്ത്യയുമായി ലയിക്കുന്നതിന് അനുകൂലമാക്കുന്നതിൽ അദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചു. 1975 നടന്ന ഹിതപരിശോധനയിൽ 97% വോട്ടുകൾ ഇന്ത്യയുമായി ലയിക്കുന്നതിന് അനുകൂലമായി ലഭിച്ചു. ഇതോടെ സിക്കിം ഇന്ത്യയുടെ 22ാമത്തെ സംസ്ഥാനമായി മാറി. പഞ്ചാബിലെ അമൃത്സറിലെ സുവർണക്ഷേത്രം കൈയടക്കിയ ദിവസങ്ങളിൽ അജിത് ഡോവൽ എന്ന സാഹസികനായ ഓഫീസറുടെ ധൈര്യം രാജ്യം മനസ്സിലാക്കി. അന്ന് സുവർണക്ഷേത്രത്തിൽ ഭീകരവാദികളുടെ ഇടയിലേക്ക് അദ്ദേഹം ഒരു ഉന്തുവണ്ടിക്കാരന്റെ വേഷത്തിൽ കടന്നു ചെന്നു. പാകിസ്ഥാന്റെ ചാര സംഘടനയായ ISIയുടെ ആളാണ് താനെന്നും ഭിന്ദൻവാലയും സംഘത്തെയും വിശ്വസിപ്പിച്ചു.
ക്ഷേത്രത്തിനകത്ത് ഭീകരർ എങ്ങനെ എവിടെയൊക്കെ നിലയുറപ്പിച്ചിരിക്കുന്നു എന്ന കാര്യം പുറത്തെ ഓപ്പറേഷൻ സംഘത്തിനെ അറിയിച്ചത് ഡോവലിന്റെ മിടുക്കുകൊണ്ടാണ്. കാണ്ഡഹാർ വിമാന റാഞ്ചലിലും ഇറാഖിൽ ഇന്ത്യൻ നഴ്സുമാരെ IS ബന്ദികളാക്കിയപ്പോഴും ഭീകരന്മാരുമായി സംസാരിക്കാൻ ഇന്ത്യ നിയോഗിച്ചത് ഡോവലിനെ തന്നെയാണ്. 2016 ഉറി ഭീകരാക്രമണത്തിന് ഉചിതമായ മറുപടി നൽകാൻ പ്രധാനമന്ത്രി ഡോവലിനെ ദൗത്യമേൽപ്പിച്ചു. നിയന്ത്രണ രേഖയിൽ നിന്ന് 2 കിലോമീറ്റർ വരെ ഉള്ളിൽ കടന്ന് നമ്മുടെ സൈന്യം ഭീകരരുടെ കേന്ദ്രങ്ങൾ തകർത്തപ്പോൾ വിജയം കണ്ടത് ഡോവലിന്റെ കൃത്യമായ പ്ലാനിംഗ് ആണ്. ബംഗ്ലാദേശ്, മ്യാൻമർ, തായ്ലൻഡ്, സൗദി അറേബ്യ, UAE തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും പല പിടികിട്ടാപ്പുള്ളികളെയും ഇന്ത്യയിലെത്തിച്ചത് ഡോവലിന്റെ ബുദ്ധികൂർമ്മത കൊണ്ടാണ്. മണിപ്പൂരിൽ 18 പട്ടാളക്കാരെ വധിച്ച ഭീകരരെ മ്യാൻമറിൽ കയറിയാണ് ഇന്ത്യൻ സൈന്യം കൊലപ്പെടുത്തിയത്. അതിന്റെ പിന്നിലും ഡോവലിന്റെ ബുദ്ധിയുണ്ടായിരുന്നു. ഐതിഹാസികമായ ഒരു കരിയറിന് ശേഷം 2005 വിരമിച്ച അജിത് ഡോവലിനെ തിരികെ കൊണ്ടുവന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വലിയ പങ്കുണ്ട്. വിരമിച്ചതിനു ശേഷം ആത്മീയ പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങാനായിരുന്നു ഡോവലിന്റെ തീരുമാനം. ആത്മീയതയും സേവനവും ലക്ഷ്യമാക്കി വിവേകാനന്ദ ഫൗണ്ടേഷൻ എന്ന സംഘടന സ്ഥാപിച്ച് പ്രവർത്തിച്ചു വരികയായിരുന്നു അദ്ദേഹം. പക്ഷേ മോദി അദ്ദേഹത്തെ വെറുതെ വിടാൻ ഒരുക്കമല്ലായിരുന്നു. 2014 മോദി പ്രധാനമന്ത്രിന് ശേഷം ഡോവൽ വീണ്ടും വാർത്തകളിൽ നിറഞ്ഞു. മോദി സർക്കാർ ഏറ്റവും ആദ്യമെടുത്ത തീരുമാനങ്ങളിലൊന്ന് അജിത് ഡോവലിനെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാക്കുക എന്നതാണ്. ആ തീരുമാനം ഇപ്പോൾ രാജ്യത്തിന്റെ രക്ഷാകവചമായി നിൽക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂറിലടക്കം നാം അത് കണ്ടതാണ്. എന്തായാലും ഇന്ത്യയുടെ ജെയിംസ് ബോണ്ട് എല്ലാ അർത്ഥത്തിലും ഇന്ത്യയുടെ രക്ഷാകവചം തന്നെ.